അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്ക്. ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏതൊക്കെ രൂപത്തിൽ തണുത്തത് കഴിക്കാൻ പറ്റുന്നോ അതൊക്കെയും തന്നെ കഴിച്ചാലും മതിവരാത്ത ചൂടാണല്ലോ അല്ലേ ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ. പ്രത്യേകിച്ച് ഈ സമയത്ത് ഫ്രൂട്ട്സ് ആയിട്ടും കൂൾ ഡ്രിങ്ക്സ് ആയിട്ടും പുഡിംഗ് ആയിട്ടൊക്കെ തണുത്തത് കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അങ്ങനെ കൂൾ ഡ്രിങ്ക്സും പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് കൂടുതൽ തണുപ്പ് നൽകുന്ന ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർത്ത് ഈസിയായി ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. വെറും 3 ചേരുവകൾ മാത്രമേ ഈ പുഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. പാൽ, പഞ്ചസാര, പിന്നെ ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരത്തിന് വളരെയധികം തണുപ്പ് നൽകാൻ സഹായിക്കുന്ന ആ ഒരു ചേരുവയും. അത് വേറെ ഒന്നുമല്ല, തൈരാണ്. തൈര് മിക്കപ്പോഴും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നൊരു സംഭവമാണ്. പാലും പഞ്ചസാരയും പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ചേരുവകൾ വെച്ച് എങ്ങനെയാണ് പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുക്കിങ്ങിലോട്ട് കടക്കുന്നതിന് മുന്നേ എത്രയൊക്കെ അളവിലാണ് ഇവ 3 വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 700 ml പാൽ നമുക്ക് വേണം. അതുകൂടാതെ ഒരു 100 ml പാൽ വേറൊന്ന് മാറ്റി വെക്കണം. അങ്ങനെ മൊത്തം 800 ml പാലാണ് ഈ പുഡിങ്ങിലേക്ക് നമുക്ക് ആവശ്യം. പഞ്ചസാര വേണ്ടത് 8 ടേബിൾ സ്പൂണാണ്. പിന്നെ തൈര് 1 കപ്പ് വേണം. 1 കപ്പ് 170 ഗ്രാം ഉണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. ആദ്യം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം. ഇനി നമുക്കതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അത് നമുക്ക് തിളപ്പിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് 5 മിനിറ്റ് നേരം തിളപ്പിച്ചു കൊണ്ടിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ 5 മിനിറ്റ് നേരം തിളപ്പിച്ചാൽ പാൽ കുറച്ചൊന്ന് വറ്റി ചെറുതായി കുറുകി വരും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അടുത്തതായി വേറൊരു പാത്രത്തിൽ നമുക്ക് ബാക്കിയുള്ള 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം ചൂടാക്കി അതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പഞ്ചസാര മെൽറ്റാക്കാൻ. അതുകൊണ്ട് ഏറ്റവും ചെറിയ ബർണറിലേക്ക് ഞാനത് മാറ്റി. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം നല്ലപോലെ മെൽറ്റായി ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മാറ്റി വച്ചിരിക്കുന്ന 100 ml പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. അഥവാ നമ്മുടെ കാരമൽ ഷുഗർ കട്ടയാവാൻ തുടങ്ങിയാലും പ്രശ്നമൊന്നുമില്ലേ. നമ്മുടെ പാൽ നല്ലപോലെ തിളപ്പിച്ചാൽ തന്നെ അത് മെൽറ്റായിക്കോളും. ഇനി നമുക്കത് പാലിലേക്ക് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. അതിന് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ അത് നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇനി അത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ പാലും തൈരും നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് മാറ്റാം. ഇപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ പുഡിംഗ് സെറ്റായി കിട്ടുക എന്ന്. ഇത് നമ്മൾ നല്ലപോലെ കവർ ചെയ്തിട്ട് വെള്ളപ്പത്തിൻ്റെയും ദോശയുടെ ഒക്കെ മാവ് പൊങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന അതേ പ്രോസസ്സാണ് ഇവിടെയും ചെയ്യേണ്ടത്.
നമ്മുടെ പുഡിംഗ് സെറ്റാവാൻ സഹായിക്കുന്നത് പാലിൻ്റെയും തൈരിൻ്റെയും ആ കോമ്പിനേഷൻ കൊണ്ട് സംഭവിക്കുന്ന ഫെർമെൻറ്റേഷനാണ്. ഇത് എത്ര നേരം വെക്കുന്നോ അത്രയും നമുക്കത് സെറ്റായി കിട്ടും. ഞാൻ നല്ല ചൂടുള്ള സ്ഥലത്ത് 5 മണിക്കൂർ വെച്ചപ്പോഴാണ് എനിക്ക് ഈ ടെക്സ്ചറിൽ ഇത് കിട്ടിയത്. അതിൽ കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി സെറ്റായി കിട്ടും. അതുപോലെ തന്നെ എത്രത്തോളം എയർ ടൈറ്റ് ആക്കി നമ്മളിത് കവർ ചെയ്യുന്നോ അത്രയും എളുപ്പത്തിൽ അത് സെറ്റാവാൻ സഹായിക്കും. അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്ത പാത്രത്തിലുള്ള പുഡിങ്ങിനേക്കാൾ കൂടുതലായി കണ്ടെയ്നറിലാക്കി കവർ ചെയ്ത പാത്രത്തിലുള്ളത് സെറ്റായി കിട്ടി. സെറ്റായതിനു ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു പുഡിംഗ് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഫെർമെൻറ്റേഷന് വേണ്ടി കുറച്ച് ടൈം എടുക്കുമെങ്കിലും കുക്കിംഗ് പ്രോസസ്സൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ, വളരെ ഈസിയാണ്. അപ്പോൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ ലിങ്ക് ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ ഞാൻ വേഗം വരും. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.